ഈ സർക്കാർ അധികാരത്തിലേറി അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ UDF സർക്കാരിന്റെ ഒരു ധവളപത്രം പുറത്തിറങ്ങി. ഈ ധവളപത്രത്തിന്റെ സാധ്യത, സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഇന്നിതാ AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എപ്പോഴും ഒരു താരതമ്യം അനിവാര്യമായി വരുന്നുണ്ട്. സർക്കാർ ഇറക്കിയ ധവളപത്രവും AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രവും ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ആ താരതമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകും യാഥാർത്ഥ്യം എന്തായിരുന്നുവെന്ന്. ഇന്ന് വൈകിട്ട് 4-ന് AKG മിനി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഇത് പ്രകാശനം ചെയ്യുക. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുൻ ധനമന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് നടത്തുന്ന കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതാണ് ഈ ബദൽ ധവളപത്രമെന്ന് AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ CN മോഹൻ അറിയിച്ചു. ആ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കള്ളപ്രചരണങ്ങൾ നടത്തിയ അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം ഇറക്കിയ ധവളപത്രവും കൂടി ചേർത്തായിരിക്കും ഈ ഒരു താരതമ്യം നമ്മളിലേക്ക് എത്തുക. നമുക്ക് എന്തായാലും ഷീജയുണ്ട്, ഷീജയിലേക്ക് പോകാം. ഷീജ, ഗുഡ് മോർണിംഗ്. അധികാരത്തിലേറി അധിക സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെയാണ് UDF സർക്കാർ ഈ ധവളപത്രം ഇറക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുന്നോട്ട് വെച്ച പല അഴിമതി കണക്കുകളുടെയും അല്ലെങ്കിൽ പല കള്ളത്തരങ്ങളുടെയും ഒക്കെ ഒരു ആകെത്തുകയായിട്ട് ഈ ധവളപത്രം മാറുന്നു എന്ന് നമുക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുവാൻ സാധിക്കും. ഇന്നിപ്പോൾ ഇതാ AKG പഠന ഗവേഷണ കേന്ദ്രം വസ്തുതകളുടെ ധവളപത്രം ഇറക്കുമ്പോൾ പൊതുസമൂഹത്തിന് അതൊരു മികച്ച താരതമ്യമായി മാറുകയല്ലേ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. ഏതായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? കഴിഞ്ഞ 10 വർഷം ഏത് രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയത്? അതിനുശേഷം കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി? ഇതിന്റെ എല്ലാം ഒരു വസ്തുതാപരമായ ചിത്രം അത് തന്നെയായിരിക്കും ഈ വസ്തുതകളുടെ ധവളപത്രം എന്ന് പറയുന്നത്. കാരണം AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ള ഈ വസ്തുതകളുടെ ധവളപത്രത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നത് കേരളം കടക്കണിയിലാണ്, വലിയ സാമ്പത്തികപരമായി തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളൊരു ആരോപണമായിരുന്നു എപ്പോഴും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും പൂർണ്ണമായും സാമ്പത്തിക അടിത്തറ തകർന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് ആഭ്യന്തര വരുമാനത്തിലടക്കം വർധനവ് വരുത്താനുള്ള പല നീക്കങ്ങൾ, പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് വിജയം കണ്ടിരുന്നു എന്നുള്ളതാണ്. കടുത്ത കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കിടയിൽ പോലും സംസ്ഥാനം സ്വന്തം നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ആഭ്യന്തര വരുമാനത്തിന്റെ വർധനവടക്കമാണ് ആ രീതിയിൽ സംസ്ഥാനത്തിന് മികവ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് LDF സർക്കാർ പറയുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ വസ്തുത അത് ഇതിൽ ഈ വസ്തുതകളുടെ ധവളപത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നതിന്റെ വസ്തുതയും ഇതിലുണ്ടാകും. ഇതിനൊരു കാരണം, ഇങ്ങനെ ഒരു വസ്തുതകളുടെ ധവളപത്രം ഇറക്കുന്നതിന് കാരണം തന്നെ നമുക്കറിയാം, സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ UDF സർക്കാർ വന്നതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചിരുന്നു. അതിൽ പൂർണ്ണമായും കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ച് അതിനെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം മാത്രമാണ് ആ ഒരു ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടി നൽകുക, ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിൽ എന്താണ് വസ്തുത എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വസ്തുതകളുടെ ധവളപത്രം ഇന്നിപ്പോൾ പുറത്തിറക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഇതിൻ്റെ പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായിരിക്കും ഈ വസ്തുതകളുടെ ധവളപത്രത്തിന്റെ പ്രകാശനം നിർവഹിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് ഇതിന്റെ പ്രകാശനം നടക്കുമ്പോൾ തന്നെ ഇതിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സിന്ധൂരി. ഷീജ, ഈ സർക്കാർ ഇറക്കിയ ധവളപത്രത്തിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പരാധീനതകളൊക്കെ പറയുമ്പോൾ അതെല്ലാം കൊണ്ടുവന്നെത്തിക്കുന്നത് സ്വകാര്യവൽക്കരണം എന്നൊരു വാക്കിലേക്കാണല്ലോ. ഇതിന്റെ എല്ലാം പരിഹാരമായിട്ട് ഈ ധവളപത്രത്തിൽ UDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഈ സ്വകാര്യവൽക്കരണം എന്ന വാക്കാണ്. അത് ആ ഒരു ഗൂഢലക്ഷ്യത്തിന് പിന്നിലൊരു മറുപടിയും ഈ വസ്തുതകളുടെ ധവളപത്രത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?
സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ പരാമർശിക്കുന്നതായിരിക്കും ഈ വസ്തുതകളുടെ ധവളപത്രം എന്ന് പറയുന്നത്. കാരണം ഈ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിന് കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് UDF സർക്കാരിന്റെ ധവളപത്രത്തിലുള്ളത്. അതിൽ നിന്ന് കരകയറാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പല മേഖലയെയും സ്വകാര്യവൽക്കരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് UDF സർക്കാരിന്റെ ആശയം എന്ന് പറയുന്നത്. പക്ഷേ അതല്ല വസ്തുത. എന്താണ് വസ്തുത എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും LDF ലക്ഷ്യമിട്ടിരുന്നത്. അത് തന്നെയാണ് ഈ വസ്തുതകളുടെ ധവളപത്രത്തിലൂടെ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതും. സിന്ദൂരി. ശരി ഷീജ, ദയവായി തുടരുക. മറ്റു വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി ഷീജയിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. ഷീജ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി വിവരങ്ങൾ ജനങ്ങളിലേക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എത്തിക്കുന്ന ധവളപത്രമായിരിക്കും ഇന്ന് AKG പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കുന്ന വസ്തുതകളുടെ ധവളപത്രം എന്ന കാര്യത്തിൽ സംശയമില്ല. വൈകിട്ട് 4-ന് AKG മിനി ഹാളിലാണ് പ്രതിപക്ഷ നേതാവ് ഈ വസ്തുതകളുടെ ധവളപത്രം പ്രകാശനം ചെയ്യുന്നത്. ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.